ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹോം മേക്കിങ്ങിൽ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അവെയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹോം ക്ലീനിങ് ആണെങ്കിലും നമ്മൾ ഒറ്റയടിക്ക് ഹോൾ ഹൗസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ എക്സോസ്റ്റഡ് ആയിപ്പോവും, ടയേർഡായിപ്പോവും, ഒരിക്കലും ചിലപ്പോൾ അത് കഴിയത്തുമില്ല. സോ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യാതെ വലിയ ടാസ്കുകൾ എപ്പോഴും ചെറിയതായിട്ട് ബ്രേക്ക് ചെയ്യുക, സ്മോൾ ടാസ്ക്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, മാനേജബിൾ ആക്കി മാറ്റുക. എന്നിട്ട് ഒന്നില്ലെങ്കിൽ ഒരു റൂം ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഏരിയ, അല്ലെങ്കിൽ ഒരു ഡ്രോയർ, അങ്ങനെ നമ്മൾ ചെയ്യുക. നമുക്ക് പറ്റുമെങ്കിൽ 15 മിനിറ്റ് റൂൾ വെച്ചിട്ട് ഒരു ടൈമർ വെച്ചിട്ടൊക്കെ ചെയ്യാം. എസ്പെഷ്യലി വർക്കിംഗ് ലേഡീസിനൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരു ദിവസം എടുത്ത് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പം പയ്യെ നമുക്ക് പ്രോഗ്രസ് കാണാൻ പറ്റും കുറച്ച് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ സ്ലോ സ്റ്റെപ്സായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ഡെയിലി റുട്ടീൻ ഇല്ലാതിരിക്കുക. ഒരു റുട്ടീൻ ഇല്ലാതിരിക്കുമ്പോഴത്തേനും ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കൊന്നൊരു പ്രോപ്പർ ഫോക്കസ് ഇല്ലാത്ത പോലെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്തൊക്കെ അത്യാവശ്യമുള്ളത് ചെയ്തോ അങ്ങനെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു ഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുക. മെയിൻലി നമുക്ക് കുറച്ച് മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്യുക. അതായത് രാവിലെ ഒരു ക്വിക്കായിട്ട് ടൈഡി അപ്പ് ചെയ്യുക, മീൽ പ്രിപ്പറേഷൻസ് ചെയ്യുക, പിന്നെ ലോണ്ട്രി ചെയ്യുക, ഈവനിങ്ങിലൊരു റീസെറ്റ് ചെയ്യുക, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് എഴുതിയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് അത് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ പയ്യെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ അതൊരു നാച്ചുറലായിട്ട് വരുന്ന ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സ് കുറയുകയും ചെയ്യും. ഡിസിഷൻ എടുക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ മാറുകയും ചെയ്യും. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. എന്നാൽ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവുകയില്ല. ഇനി തേർഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയാതിരിക്കുക എന്നുള്ളത്. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഹോം മേക്കിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാറുണ്ടല്ലേ. ഇത് ക്ലീനിങ് ഒരുപാട് ബുദ്ധിമുട്ടാക്കും. അപ്പോൾ ഒരു റെഗുലറായിട്ട് നമ്മളൊരു ഡീക്ലട്ടറിങ് ഹാബിറ്റ് കൊണ്ടുവന്നാൽ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഡീക്ലട്ടറിങ് തന്നെ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു കാറ്റഗറി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ക്ലോത്ത്സോ ബുക്സോ അല്ലെങ്കിൽ കിച്ചൺ ടൂൾസോ. എന്നിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക, എനിക്കിത് ആവശ്യമുണ്ടോ, എൻ്റെ റിയലായിട്ട് ഇതിനൊരു വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനെ ഡൊണേറ്റ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫാമിലിക്കും അത്യാവശ്യമുള്ള സാധനം മാത്രം കീപ്പ് ചെയ്യുക. ഈ നമ്മൾ എടുത്തു വെക്കുന്ന എല്ലാ സാധനത്തിലും പൊടി പിടിക്കും. അത് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം സമയം പോവും. നമ്മുടെ സമാധാനവും അതിൻ്റെ ഒപ്പം തന്നെ പോവും. അപ്പോൾ ഒന്ന് ഡീക്ലട്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് നമുക്ക് ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. കുറേയും കൂടി കാര്യങ്ങൾ ഈസി ആയിരിക്കും. അടുത്തൊരു മിസ്റ്റേക്ക് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് നമ്മുടെ സെൽഫ് കെയർ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. ഹോം മേക്കേഴ്സ് എപ്പോഴും നമ്മുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നവരാണല്ലേ. നമ്മളെ തന്നെ സെക്കൻഡറി ആയിട്ടാണ് കാണാറുള്ളൂ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും, ദേഷ്യം വരാൻ തുടങ്ങും. അപ്പോൾ അതൊരു സീരിയസ് മിസ്റ്റേക്കാണ്. നമുക്കൊരിക്കലും നമ്മളുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഫാമിലീനെ നല്ലതായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ടും നമ്മൾ സെൽഫ് കെയറിന് വേണ്ടിയിട്ടൊരു സ്കെഡ്യൂൾ ഉണ്ടാക്കണം. ബ്രേക്ക് എടുക്കണം, ഇഷ്ടമുള്ളൊരു ഹോബി ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കണം. നമുക്ക് റീഡിങ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യണം, ചെറിയൊരു വാക്കിന് പോവുക. അങ്ങനെ നമുക്കിഷ്ടമുള്ള നമ്മുടെ എനർജി റീറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. സെൽഫ് കെയർ ഒരിക്കലും സെൽഫിഷ് അല്ല. അത് നമ്മൾ റീചാർജ് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല റെസ്റ്റൊക്കെ എടുത്ത് കാമായിട്ടുള്ള ഒരു ഹോം മേക്കറാണെങ്കിൽ കുറേയും കൂടി പോസിറ്റീവും പേഷ്യൻറ്റും പ്രൊഡക്റ്റീവും ആയിരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെൽഫ് കെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അടുത്തൊരു മിസ്റ്റേക്ക് പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ നമ്മൾ കുക്കിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് കുക്കിംഗ് ചെയ്യാവുള്ളത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തു, കുറേ ഫുഡ് വേസ്റ്റായി, ആകെ സ്ട്രെസ് അടിച്ചു, പിന്നെ ഒന്നും ശരിയാവാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു. ഇതെല്ലാം നമ്മൾ മീൽ പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നും എല്ലാ വീക്കെൻഡും നമ്മൾ മീൽ പ്ലാനിങ്ങിനൊരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫിക്സ് ചെയ്യാം. ഒരു മെനു യൂഷ്വലി നമ്മൾ കഴിക്കുന്ന സാധനങ്ങളുണ്ടാവുമല്ലോ, അതൊന്ന് എഴുതി വയ്ക്കുക. രാവിലത്തെ, ഉച്ചക്കലത്തെ, വൈകിട്ടത്തെ
അത് ഓരോ ദിവസത്തേക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമ്മുടെ പാൻട്രിയിൽ നോക്കുക അതിനാവശ്യമുള്ള സാധനങ്ങളുണ്ടോയെന്ന്. എന്നിട്ട് ഇല്ലാത്തത് മാത്രം വാങ്ങിക്കുക. ഒന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ലൈക്ക് വെജിറ്റബിൾസ് വാഷ് ചെയ്ത് ഉണക്കാം, കട്ട് ചെയ്യാം, ഫിഷും ചിക്കനും എല്ലാം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം, സ്നാക്സൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്ന് ഈ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് മീൽസ് എല്ലാം ബാലൻസ്ഡ് ആക്കാം. പിന്നെ അതുപോലെ വേസ്റ്റേജ് കുറയ്ക്കാം, കാശ് സേവ് ചെയ്യാം. അപ്പം നമ്മൾ വൈകുന്നേരം എന്തുണ്ടാക്കും, നാളെ എന്തുണ്ടാക്കും എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കുക്കിംഗ് കുറേയും കൂടി സ്മൂത്തായിരിക്കും. അതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നീട്ടി വയ്ക്കുന്ന കാര്യം. നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ചില സമയത്ത് നമുക്ക് തുണി മടക്കാൻ വയ്യ, അപ്പോൾ അതവിടെ ഇട്ടു. പാത്രങ്ങൾ കഴുകാൻ വയ്യ, അതവിടെ ഇട്ടു. നമ്മൾ എൻട്രി വേയിൽ ഷൂസ് സ്കാറ്ററായി കിടക്കുന്നു, അതവിടെ ഇട്ടു. ഇങ്ങനെ നമ്മൾ ഇട്ടിട്ടിട്ട് ഓരോ കാര്യങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കും. എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അപ്പം ചെയ്യുക. നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരു കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ഈസിയാവും. അതുപോലെ നമ്മുടെ സാധനങ്ങളെല്ലാം അതത് സ്ഥാനത്ത് തിരിച്ചു വയ്ക്കുക, അന്നന്നത്തെ ലോണ്ട്രി അന്നന്ന് തന്നെ മടക്കി വയ്ക്കുക. എല്ലാം ഇച്ചിരി സമയം എടുക്കുമെങ്കിലും നമ്മൾ അന്നന്ന് ചെയ്തു പോവുകയാണെങ്കിൽ ഒരുപാട് കുന്നുകൂടില്ല ജോലികൾ. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആക്ഷൻസ് നമുക്ക് ഒരുപാട് സമയം ഈ ക്ലീനിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ടാസ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീട് നല്ല ടൈഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി ഒരുപാട് ജോലികളുണ്ടല്ലോ എന്നുള്ള ടെൻഷൻ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അടുത്തൊരു കാര്യമാണ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളൊരു ഫീല്. നമുക്ക് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. എസ്പെഷ്യലി നമ്മൾ ഈ മാഗസിനിലും പിൻട്രസ്റ്റിലും ഒക്കെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകൾ കാണുമ്പോഴത്തേനും നമുക്ക് അതുപോലെ എത്തിക്കാൻ വേണ്ടി അതുപോലെ ആയില്ലെങ്കിൽ നമുക്ക് ടെൻഷനും ഡിസപ്പോയിൻമെൻറ്റും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ സ്പോട്ട്ലെസ് പെർഫെക്റ്റ് ഹോം ആക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. അപ്പോൾ നമ്മുടെ മൈൻഡ് പെർഫെക്ഷനിൽ നിന്നും പ്രോഗ്രസ്സിലോട്ട് മാറ്റാം. നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഫങ്ഷണലായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ഫാമിലിക്ക് നല്ല സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അപ്പോൾ ചില ദിവസം നമുക്ക് ലോണ്ട്രി ചിലപ്പോൾ മടക്കി വയ്ക്കാൻ പറ്റിയില്ല എന്ന് വരും, ചില ദിവസം കിച്ചൺ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ ദാറ്റ്സ് എ റിയൽ ഹോം അല്ലേ? പക്ഷേ നമ്മളത് വീണ്ടും അതിലോട്ട് വരണം. അപ്പോൾ ചെറിയൊരു കോർണർ ക്ലീൻ ചെയ്യാൻ നമുക്ക് വയ്യാതിരിക്കുന്ന ദിവസം വിട്ട് കളഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസത്തിൽ ഇത് ചെയ്യാമെന്നേ. അപ്പോൾ അങ്ങനെ നമ്മൾ പെർഫെക്ഷൻ്റെ പുറകെ പോവാതെ റിയലിസ്റ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോലികൾ നമ്മൾ മാത്രം ഇരുന്ന് ചെയ്യുക. ഫാമിലി മെമ്പേഴ്സിനൊന്നും ഒരു ജോലിയും കൊടുക്കില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അവസാനം എന്തു പറ്റും, നമുക്ക് തീരെ വയ്യാണ്ടാവും അല്ലേ? നമ്മൾ തുടക്കത്തിലേ അവരത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് അത് പിന്നെ വരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ ഏജിൽ തന്നെ കുട്ടികളെ അവരവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ജോലികൾ നമ്മൾ ചെയ്യിപ്പിച്ചാൽ അവർക്കും അത് നല്ലതാണ്. ടോയ്സ് എടുത്തു വയ്ക്കാനും ടേബിൾ സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ ലോണ്ട്രി എടുത്തു വയ്ക്കാനും പാർട്ട്നേഴ്സിന് നമ്മളെ കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് ക്ലീനിങ് എല്ലാം നമുക്ക് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ഓരോരുത്തർക്ക് വീതിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കും അതൊരു ഹെൽപ്പാണ്. നമുക്കതൊരു ജോലി ഒരു ബേർഡനായിട്ട് തോന്നത്തില്ല. അതുപോലെ നമ്മുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് വരുമല്ലേ? അതുപോലെ ലൈഫ് സ്കിൽസ് നമുക്ക് അവർക്ക് പഠിപ്പിച്ചെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇതെല്ലാം എടുക്കേണ്ട കാര്യമില്ല. ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ സാധനങ്ങൾ നമ്മൾ കൂടുതൽ വാങ്ങിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഈ ഷോപ്പിംഗ് ടെൻഡൻസി ഉള്ളപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനൊരു ടെൻഡൻസി ഉണ്ട്. ലൈക്ക് കിച്ചൺ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് ബാസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ഡെക്കറേഷൻ. ഇതെല്ലാം എന്തു പറ്റും, ആവശ്യമില്ലാതെ നമ്മൾ സ്പേസ് എടുക്കും, ഒരു ക്ലട്ടറായി മാറും, കാശ് വേസ്റ്റ് ചെയ്യും, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് കുറയും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും മൈൻഡ്ഫുള്ളി ഷോപ്പ് ചെയ്യാം. എന്താണ് കറക്റ്റ് നമ്മുടെ വീടിന് വേണ്ടത് എന്ന് നോക്കിയിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യുക. നമ്മളൊരു സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് എവിടെയാണ് വെക്കുന്നത്, ആ ഒരു സ്ഥലവും കാര്യങ്ങളും നമുക്കത് റിയൽ യൂസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന്
മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങുക. ഒരു പേർപ്പസ് വേണം, ഒരു ഇമ്പൾസിൻ്റെ പുറത്താവരുത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യേണ്ടത്. നമുക്ക് ഓൾറെഡി ഇതുപോലത്തെ ഉണ്ടോ, പിന്നെ ഇനി ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ അങ്ങനെ ഷോപ്പിംഗ് ഇൻറ്റൻഷനലി ചെയ്യുമ്പോൾ നമ്മുടെ കാശ് സേവ് ആവുമെന്ന് മാത്രമല്ല, ക്ലട്ടർ കുറയ്ക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഒരു വീട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് ഫില്ലാവുമ്പോഴാണ് അത് ഓർഗനൈസ്ഡ് ആയിട്ടും പീസ്ഫുള്ളായിട്ടും ഇരിക്കുന്നത്. ഇനി ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തോരം ജോലികളാണല്ലേ ഒരു ദിവസം ഉള്ളത്. അപ്പോൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടാവും, നമ്മളത് മാത്രമേ കാണുള്ളൂ. ഷെൽഫ് ഡസ്റ്റ് ചെയ്തില്ലല്ലോ, ലോണ്ട്രി ഫോൾഡ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകിയിട്ടില്ലല്ലോ. ഇതിങ്ങനെ ആലോചിച്ച് നമ്മൾ എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ കാണില്ല. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ ഓർത്തിട്ട് അതിൽ ഹാപ്പി ആവണം. നമ്മൾ സിങ്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയോ, ഒരു ഷെൽഫ് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയോ, നമുക്ക് കുക്കിംഗ് ചെയ്തോ, അതെല്ലാം ഒരു പ്രോഗ്രസ് അല്ലേ. അപ്പം നമ്മളതൊക്കെ ചെയ്തതിൽ നമ്മൾ സ്വയം അപ്രിസിയേഷൻ കൊടുക്കുക. അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ തരും, ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിനേക്കാളും. സോ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ അല്ല, സമാധാനവും പ്രോഗ്രസ്സും ആണ്. അപ്പോൾ നമ്മുടെ എഫേർട്ട് നമ്മൾ തന്നെ റെക്കഗ്നൈസ് ചെയ്യുക, എന്നിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹാപ്പി ഇതായിട്ട് തോന്നും, നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് തോന്നും. അപ്പോൾ ഇന്ന് പറഞ്ഞ മിസ്റ്റേക്സ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹോം മേക്കിംഗ് എൻജോയ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.